കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ടാർഗറ്റിന്റെ പേരിൽ ജീവനക്കാർക്ക് കൊടിയ പീഡനം. കഴുത്തിൽ ബെൽറ്റിട്ട് മുട്ടിൽ നടത്തിച്ചു. ഇതൊക്കെ എന്താ ഏത് രാജ്യത്തുണ്ട് ഇതേപോലെയൊക്കെ? പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് കിടക്കുന്ന പാലാരിട്ടത് ഈ ഒരു കമ്പനി ഫ്രോഡ് കമ്പനിയാണെന്നുള്ള 5 വർഷം മുമ്പേ അവരുടെ റിവ്യൂ ഗൂഗിളിൽ കിടപ്പുണ്ട്. ഇതൊന്നും അറിയാണ്ട് ആൾക്കാർ പിന്നെയും പോയി വീണാണ് ആൾക്കാർ. എന്ത് ടാർഗറ്റിന്റെ പേരിലാണ് ഈ തൊഴിൽ പീഡനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴുത്തിൽ ബെൽറ്റിട്ട മുട്ടിൽ നടത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നല്ല തണ്ടലുള്ള പിള്ളേരുണ്ടെങ്കിലുണ്ടല്ലോ, ഇവന്മാർക്കിട്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചോദ്യം ചോദിച്ചാണ്. അങ്ങനെ നല്ല തണ്ടലില്ലാത്ത MDMA പിള്ളേര് കുറെ കുതിച്ച് പൊങ്ങിയത് കൊണ്ട് ശേഷം മാത്രമാണ് എന്ന് ഞാൻ പറയും. ഇപ്പൊ ഈ നടക്കുന്ന ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ 5 വർഷം മുമ്പ് നീയൊക്കെ നന്നായിട്ട് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കില്ലായിരുന്നു. ഇതിന് ഇപ്പൊ ഇങ്ങനെ ചോദ്യം ചെയ്യൽ വന്നത് ഒരു പെൺകുട്ടി പുതിയതായിട്ട് അവിടെ ജോലി ചെയ്തതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. അവളത് വിളിച്ചു പുറത്ത് പറഞ്ഞത് കൊണ്ടിട്ട് മാത്രമാണ് ഈ സംഭവം ഇപ്പൊ പുറം ലോകം അറിഞ്ഞത്. ഇനിയും ഇങ്ങനത്തെ തണ്ടലില്ലാതെ വാഴപ്പിണ്ടി നട്ടലുമായിട്ട് ആമ്പിളേരി മുന്നോട്ട് പോകാനാണെങ്കിൽ കേരളം മൂഞ്ചി കെട്ടിയിരിക്കും. ഈ വീഡിയോ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ജീവനക്കാരെ നായ്ക്കൾക്ക് തുല്യമാക്കിയതിനു ശേഷം മുട്ടുകാലിൽ നടത്തി നിലത്ത് നിന്ന് നാണയങ്ങളും ചീഞ്ഞ ഇത് അവര് പറഞ്ഞു തന്നെ വേറൊന്നുമല്ല. കുറച്ച് ഒരു 2 ആഴ്ചത്തേക്ക് അവരോട് ഒരു 10 ദിവസത്തേക്ക് അവർക്ക് ട്രയൽ പീരീഡ് പോലെ കൊടുക്കും. പറ്റുന്നുണ്ടെങ്കിൽ പിടിച്ചെന്നാൽ അല്ലെങ്കിൽ പോയിക്കോന്ന് ആദ്യമേ പറയും. പക്ഷേ അവർ ആ ഒരു 10 ദിവസത്തെ പീരീഡിനുള്ളിൽ അവർ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മാനേജർ ആക്കാൻ, നല്ല സാലറി അറിയാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് 6 മാസം നിൽക്കും. 6 മാസത്തിന് ശേഷം ഒരിക്കലും കൊടിയ പീഡനമാണ്. കൊടിയ പീഡനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെൺപിള്ളേർക്ക് ശാരീരികമായി വരെ അവിടെ ഏറ്റിട്ടുണ്ടെന്നാ പറഞ്ഞ പ്രശ്നങ്ങൾ. അച്ചക്കനെ ജെട്ടിപ്പുറത്ത് തീർത്തിട്ടാണ് ഈ പീഡനം കാണിക്കുന്നത്. നിനക്കൊക്കെ വേറെ പണിയില്ലടാ, നക്കി തിന്നൂടെ നിനക്ക്. കലൂരിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ ഈ കമ്പനിയുടെ തന്നെ സേവന റിപ്പോർട്ടർ അതുപോലെ പല കാര്യങ്ങളും ഇവര് വീടാന്തരം സെയിൽസിന് നിർത്തിയിട്ട് അവര് ആൾക്കാരെ, അതായത് ഒരു വർക്കിനും ഗതിയില്ലാത്ത പാവത്തുങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ലേഡീസിനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കുക. അവരുടെ റിവ്യൂ വന്നതാണ് ഗൂഗിളിലുള്ള. ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവര് ഫ്രോഡ് ആണെന്ന് ഓൾറെഡി തെളിഞ്ഞിട്ടും നമ്മുടെ ഇവിടെയുള്ള ലേബർ കോർട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷെ അറിയാത്ത കാര്യം ആരും അന്ന് പരാതിയായിട്ട് വന്നില്ല എന്നുള്ളതാണ്. പരാതി അന്നേ കൊടുത്തിരുന്ന വെച്ചെങ്കിൽ ഇവന്മാര് ഇത്രയും തലപൊക്കത്തില്ലായിരുന്നു. പഴങ്ങളും അടക്കം നക്കി എടുക്കുന്നതിന് പ്രേരിപ്പിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ക്രൂരമായ തൊഴിൽ പീഡനമാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ എല്ലാ ദിവസവും നമ്മുടെ വീടിന്റെ മുന്നത്ത് ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും ബാഗും തൂക്കി വരാറില്ലേ? ഇവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഓരോ കമ്പനിയിൽ മാനേജർ ആക്കാം, ഒരു 6 മാസത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെ സെയിൽസിന് പോയി കഴിഞ്ഞാൽ സെയിൽസ് മാനേജർ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പറഞ്ഞു വിടുന്നത്. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ചേച്ചിമാരുടെയും സങ്കടം ഒന്ന് കേൾക്കാൻ 10 മിനിറ്റ് അവരുടെ ഒപ്പം ഒന്ന് സംസാരിച്ച് അറിയാൻ പറ്റും. അവര് ഏക്കണ പീഡനങ്ങൾ, അവരുടെ കമ്പനി എന്ന് പറഞ്ഞു വിടുന്ന നോണകൾ എല്ലാം ഇവരുടെ മേത്തൊരു ചെറിയൊരു ക്യാമറയോ എന്തെങ്കിലും മൈക്ക് വെച്ച് കൊടുത്ത് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ റിട്ടേൺ കമ്പനി ചെല്ലുമ്പോൾ കേൾക്കാൻ പറ്റും. ഇത്രയും ടാർഗറ്റ് നിങ്ങൾ മാസം അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇതേപോലത്തെ നാണം കിട്ട ശിക്ഷ ശരിക്കും പറഞ്ഞാൽ മരണം തന്നെ സംഭവിക്കും. ജീവൻ തന്നെ മടുത്തു പോണ ടൈപ്പ് ശിക്ഷകളാണ് അവർ കൊടുക്കുന്നത്. എന്നിട്ടും നമ്മളൊക്കെ ഒന്നും പഠിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കേരളത്തില് തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷം എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം പുറത്തേക്ക് പോണതിന്റെ ഒറ്റ കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും. മനസ്സും മടുത്തിട്ടായിരിക്കും അവർ പോണത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കലൂരിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ ഈ കമ്പനിയുടെ തന്നെ താമസ സ്ഥലത്താണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഈ ടാർഗറ്റ് ചെയ്തവന്മാരെ ഇതേപോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിച്ച് എറണാകുളം മൊത്തം നടക്കണം. ആ റോട്ടിൽ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ നടത്തിക്കണം. പക്ഷെ ഇത് ഭയങ്കര ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവരുടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഗൂഗിളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഈ കമ്പനിയുടെ പേര് അടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഭയങ്കര മോശം റിവ്യൂ ആണ് വരുന്നത്. അതിന്റെ ഇടയിൽ കൂടി അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നല്ല റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട്. അവരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനത് ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ കണ്ടു നോക്കും. എന്തായാലും കേരളത്തിന്റെ പോക്ക് മേളിലേക്കല്ല താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തില് നമ്മുടെ തൊഴിൽ മേഖല അധപ്പതിച്ചു പോയി. ഇവിടെ ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ സംശയം. ഒരു സിനിമ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ, സിനിമ എന്തെങ്കിലും ഒരു സീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഈ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി കുറെ വാർത്തക്കാരെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഒരു ചാനൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി മെയിൻ സ്ട്രീം മീഡിയകളൊന്നും ഇത് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടില്ല കേട്ടോ. കൊള്ളാം, അവരെല്ലാം സിനിമയുടെ പുറകെയാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊന്നും വരില്ല, അവരുടെ തൊള്ളയിലേക്ക് ഇറങ്ങത്തില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ചെറുപ്പക്കാർ പണിയെടുക്കണ, ഇപ്പൊ നമ്മുടെ മക്കളായാലും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണ ആൾക്കാരെയൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെയൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പിടിച്ചിരുത്തി ഒന്ന് സംസാരിച്ച് നോക്കുക. എന്താണ് അവർ ഫീൽ ചെയ്യണത്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയില്ല. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം ഡെയിലി ഉള്ളത്. പിള്ളേരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം ഒരു പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ഇത് അറിയത്തും കൂടി ഇല്ല. ഇവരിപ്പോ ഇതിന്റെ അകത്ത് പറഞ്ഞേക്കണ നോട്ട് ഇങ്ങനെയാണ് പറഞ്ഞേക്കണം, കേട്ടു പോയിക്കോട്ടോ.
ഒരു വീടാണ് ഓഫീസ്. ഒരു വശം മുതൽ മറ്റൊരു വശം വരെ കോഴി നക്കിക്കും. മാനേജറാണ് നക്കിക്കുന്നത്. നന്നായി തെറി വിളിക്കും. വാശി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതൊക്കെ. വാശിയിൽ ബിസിനസ് ചെയ്താൽ എന്നാലേ കമ്പനി വികസിക്കുള്ളൂ എന്നാണ് അവരുടെ ന്യായം. ആദ്യത്തെ 6 മാസം ചെറിയ പീഡനമാകും. ട്രെയിനിങ്ങിന് ശേഷം പ്രൊമോഷൻ നൽകേണ്ട സമയമാകുമ്പോൾ പറഞ്ഞുവിടാൻ ദേഹോപദ്രവം തുടങ്ങും. 4 മാസം പണിയെടുത്ത് പ്രൊമോഷൻ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ജോലി വിട്ടെന്നും ജീവനക്കാരൻ പറഞ്ഞു. ജീവനക്കാർ തമ്മിൽ ആശയവിനിമയം നടക്കാതിരിക്കാൻ മൊബൈൽ ഫോൺ വാങ്ങിവെക്കും. ആരുടെയും നമ്പർ കയ്യിലില്ല. മാനേജറുടെ നേതൃത്വത്തിൽ കുറെ ഉണ്ട് മക്കളെ ഇത് വായിക്കാനാണെങ്കിൽ. പിടിച്ചു നിൽക്കുമെന്ന് മുൻ ജീവനക്കാർ പറഞ്ഞു. ആദ്യം ടാർഗറ്റ് ഇല്ലെന്ന് പറഞ്ഞ് തന്നോട് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ 2000 രൂപ ടാർഗറ്റ് നിശ്ചയിച്ചു. ടാർഗറ്റ് ആവാത്ത ദിവസങ്ങൾ കുറവാണ്. 10 ദിവസം ടാർഗറ്റ് നേടി ഒരു ദിവസം ഇല്ലെങ്കിൽ അടി കിട്ടും. ഇത് നമ്മൾ കയ്യിലൊന്നും നിൽക്കണ കേസൊന്നും കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം വിൽക്കാൻ വരുമ്പോൾ നമ്മൾ എന്തായാലും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു വിടാനുണ്ട്. പക്ഷെ അവര് കരഞ്ഞുകൊണ്ടായിരിക്കും റിട്ടേൺ പോണത്. ടാർഗറ്റ് ഇല്ലെങ്കിൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ നല്ല വീക്ക് വെച്ച് കിട്ടും. ബ്ലഡി ഹെൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അടിമകളായി പോയിക്കൊണ്ടിരിക്കും. കണ്ട കോർപ്പറേറ്റ് നാറികളുടെയൊക്കെ പച്ചക്ക് പറയല, കോർപ്പറേറ്റ് നാറികളുടെയൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇതിന്റെ സാരം, ഇതിന്റെ ഒരു ഇതിവൃത്തം അതാണ്. നമ്മൾ ഏതാണ് നമുക്കുള്ള ഫ്ലോ അത് യൂസ് ചെയ്ത്, അതായത് നമുക്ക് ഇല്ലാത്തത് എന്താണ് അത് അവർക്കുണ്ട്. ഓൺലി ദിസ് വൺ ക്യാഷ്. ഈ സാധനം ഇല്ലാത്തവനെ വെച്ചിട്ട് ഉള്ളവൻ നമ്മളെ അടിമയാക്കി വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, മാക്സിമം വരുന്നുണ്ടെങ്കിൽ നല്ല പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടുക. ഇങ്ങനത്തെ കമ്പനിയിലൊക്കെ പോയി വീഴാതിരിക്കുക. നമുക്ക് ആകെ നമ്മുടെ ബ്രെയിനിൽ കിട്ടിയ ഒറ്റ കാരണമുള്ളൂ, പഠിക്കുക, മാക്സിമം പഠിക്കുക. പഠിപ്പിനെ വില വളരെ നാട്ടിൽ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, നമ്മളൊരു +2 കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ വലിച്ച് അങ്ങാടും ഇങ്ങോട്ടും കറങ്ങി നടക്കണം നേരത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രിയൊക്കെ എടുത്ത്, ഡിഗ്രി ഞാൻ പറയാനുള്ള ഡിഗ്രി തന്നെ വേണം. ഞാൻ പറയാം +2 കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നല്ല കോഴ്സുകൾ ഉണ്ട്, പല നല്ല കിട്ടാവുന്ന കോഴ്സുകളുണ്ട്. നിങ്ങൾ അതെടുത്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഇതേപോലത്തെ ആപ്പ് ഇപ്പൊ കമ്പനികളിൽ കൂടി ഇമാരുടെയൊക്കെ അടിമയായിട്ട് കിടക്കരുത്. ശരിക്ക് കൈയും കാലൊക്കെ തരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടോ. നമുക്കൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാനും ഇതേപോലെ പല കമ്പനിയിലും നമ്മളെയൊക്കെ മുതലെടുത്ത് നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇട്ടെറിഞ്ഞ് പോകുന്നുണ്ട്. പറ്റൂല, നമുക്കൊന്നും പറ്റില്ല. കാരണം ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കഴിവിനെ ഞാൻ തിരിച്ചറിഞ്ഞ് എന്റെ ഫീൽഡിലേക്ക് തിരിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും കണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്കത് പറ്റത്തില്ല. എല്ലാവർക്കും ഓരോ കഴിവുണ്ടെന്നുള്ളത് ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ഒരു +1 +2 ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പറ്റും, എല്ലാവർക്കും പറ്റാവുന്ന കാര്യമുള്ളൂ. കഴിവില്ലാത്തവരാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, ഒന്നിലെ ടോക്കിംഗ് സ്കിൽ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അത് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. അല്ലാതെ ഇതേപോലത്തെ കമ്പനിയിൽ നമ്മൾ ഒരു സാലറിക്കൊക്കെ പോയി നിന്നിട്ട് ഇതേപോലെ അടിമ പണിയെടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പമാണ്. ഒരു ഗതിയില്ല പരഗതിയില്ലാത്ത ആൾക്കാർ ജോലി എടുക്കേണ്ട. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. നമ്മുടെ ചുറ്റിനുണ്ട്, കണ്ണോടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഈ കമ്പനി ഇപ്പൊ തന്നെ നാളത്തെ പൂട്ടും. ഇതിന് ലേബർ കോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയിട്ട് വേറെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷണം പോയിട്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇവരെന്തായാലും താമസിയാതെ നിർത്തിപ്പോവും. അല്ലെങ്കിൽ ഇവന്മാര് അകത്താവും. നാളെ വൈറൽ വാർത്ത അതായിരിക്കുള്ളൂ. വാർത്തകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും ചാനലിന്റെ പുറകിൽ ചർച്ചയുടെ പുറകിലായതുകൊണ്ട് ഇതൊന്നും അധികം കത്തിയിട്ടില്ല. കത്തും. അപ്പൊ എന്തായാലും നമുക്ക് ഇത് കത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ മസ്റ്റായിട്ടും പറയണം. ഇതിനുള്ള നാളുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. നമുക്കിത് പച്ചക്കന്നെ പറഞ്ഞു തുടങ്ങാം. അതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിപ്ലൈ ഇട്. ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ്